കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിക്കും. തിങ്കളാഴ്ച രാവിലെ 10-നാണ് വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കുന്നത്. കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശരണ്യ മനോജ് കോതമംഗലത്ത് സമരം ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കേരള സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ തിങ്കളാഴ്ച ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാതല ഉദ്ഘാടനം കോതമംഗലത്ത് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശരണ്യ മനോജ് നിർവഹിക്കും. വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പങ്കെടുക്കും. പ്രിയദർശിനി പദ്ധതിക്ക് തങ്ങൾ എതിരില്ലെന്ന് അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ പ്രിയദർശിനി പദ്ധതി നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല. പക്ഷേ അത് ഒരു വ്യവസായത്തെ പാടെ തകർത്തുകൊണ്ടുള്ള ഒരു നടപടിയായി പോയിരിക്കുന്നു. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പല മേഖലകളിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ വെറും 1500-2000 രൂപ പെൻഷൻ വാങ്ങുന്നതിന് അതിന് പോലും ഏറ്റവും മിനിമം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഗവൺമെൻറ് ഇത് ചെയ്യുന്നത്. വിധവാ പെൻഷന്, അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ലൈഫ് മിഷനിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ എത്രയോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് വീട് കൊടുക്കുന്നത്. ഇതിന് ഒരു വ്യവസായത്തിൻ്റെ ഏകദേശം കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ 5000-6000 കോടി രൂപ മുടക്ക് ഈ സ്വകാര്യ ബസ് മേഖലയിലുണ്ട്. ഇത്രയേറെ മുതൽ മുടക്കുള്ള ഒരു സംരംഭത്തെ ഗവൺമെൻറ് ഇത് ടാക്സ് ഇനത്തിൽ വലിയ ആനുകൂല്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇത് സംഭവിച്ചത് ഇതൊരു പഠനം നടത്തിയിട്ടായിരുന്നു ഗവൺമെൻറ് ആദ്യം ഇത് ചെയ്യേണ്ടിയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലേക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട് KSRTC ബസ്സുകളിൽ സൗജന്യം കൊടുക്കുന്നുണ്ട്. അവിടെ ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ടൗണിലേക്ക് വരാൻ പരമാവധി 20 കിലോമീറ്റർ ദൂരമാണ് കൊടുക്കുന്നത്. അത് ടൗൺ ലിമിറ്റിലേക്ക് കയറുന്നവരെയാണ് ആ വണ്ടികൾ കൊടുക്കുന്നത്. അതും പിങ്ക് കളറിലുള്ള വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുമ്പോൾ അർഹത മാനദണ്ഡമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പിലാക്കുന്ന തമിഴ്നാട് ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതി മൂലം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ കണ്ടെത്തി സർക്കാർ പുനരധിവസിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകൾ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ സർക്കാരിന് വാടകയ്ക്ക് നൽകാൻ തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു. ഗ്രാമപ്രദേശമായ കോതമംഗലത്ത് പ്രതിസന്ധി അതിരൂക്ഷമാണ്. കേരളത്തിലെ എല്ലാ KSRTC ഡിപ്പോകളിൽ നിന്നും മൂന്നാർ സർവീസ് ഉള്ളതുമൂലം സ്വകാര്യ ബസ് വ്യവസായം ഇവിടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും അവർ പറഞ്ഞു. വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്തുന്നത് മഹാഭൂരിപക്ഷവും പ്രിയദർശിനി ബസ്സുകളാണെന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി, ജനറൽ സെക്രട്ടറി CB നവാസ്, ട്രഷറർ ബെനു മാർക്കോസ്, കമ്മിറ്റി അംഗങ്ങളായ പ്രിയദർശൻ, രതീഷ്, യാക്കൂബ് എന്നിവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.